യുഎസും ഇറാനും തമ്മിൽ രൂപപ്പെട്ട പുതിയ സമാധാന ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു ലെബനാനിലെ ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കാൻ യുഎസ് ഇടപെടണം എന്നത്. എന്നാൽ കരാറിൽ ഡിജിറ്റലായി ഒപ്പുവെച്ചതിന് ശേഷവും ഇസ്രായേൽ ലെബനാനിൽ വ്യോമാക്രമണങ്ങൾ തുടരുകയാണ്. അത് ഈ സമാധാന കരാറിനെ എങ്ങനെയാണ് തകിടം മറിക്കുന്നത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മാസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്ക് ശേഷമാണ് ലോകം ഉറ്റുനോക്കിയ ഒരു വലിയ നയതന്ത്ര നീക്കത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ പശ്ചിമേഷ്യ സാക്ഷ്യം വഹിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രതിനിധികളും തമ്മിൽ ഒരു പ്രാഥമിക വെടിനിർത്തൽ ധാരണാപത്രത്തിൽ ഡിജിറ്റലായി ഒപ്പുവെച്ചു. മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന ആഗോള വ്യാപാരത്തിന്റെ നിർണായക പാതയായ ഹോർമൂസ് കടലിടുക്ക് ഉടനടി തുറക്കാനും 60 ദിവസത്തെ താൽക്കാലിക യുദ്ധവിരാമത്തിനും ഈ കരാർ വഴിയൊരുക്കുന്നുണ്ട്. യുഎസും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ ഈ കരാറിന് സാധിക്കും എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഈ വലിയ നയതന്ത്ര വിജയത്തിന് കനത്ത ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ലെബനാനിൽ ഇസ്രായേൽ തങ്ങളുടെ സൈനിക നടപടികൾ തുടരുന്നത്. US ഇറാൻ കരാർ ഒപ്പുവെക്കുന്നതിന് തൊട്ടു മുൻപുള്ള മണിക്കൂറുകളിൽ പോലും ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഹിസ്ബുല്ലയുടെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചത്. തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണവും വെച്ച് പൊറുപ്പിക്കില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നത്. കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇറാനുമേൽ ചരിത്രപരമായ വിജയം പ്രഖ്യാപിച്ചെങ്കിലും ലെബനാനിൽ നിന്നുള്ള സൈനിക പിന്മാറ്റം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു. തങ്ങളുടെ അതിർത്തി സുരക്ഷിതമാക്കാൻ ലെബനാനിൽ ആവശ്യമുള്ളത്ര കാലം ഇസ്രായേൽ സൈന്യം തുടരും എന്നാണ് നെതന്യാഹു പറയുന്നത്. എന്നാൽ ഇറാന്റെയും ഹിസ്ബുല്ലയുടെയും നിലപാട് ഇതിന് തികച്ചും വിപരീതമാണ്. ലെബനാനിലെ യുദ്ധം കൂടി ഈ സമാധാന കരാറിന്റെ പരിധിയിൽ വരണമെന്നാണ് ഇറാന്റെ പ്രധാന നിബന്ധന. ലെബനാനിലെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണെങ്കിൽ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്നും ശത്രുവുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകുമെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ചർച്ചകൾ തുടരുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഇറാന്റെ നിലപാട്. നിലവിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അനുസരിച്ച് കരാർ ഒപ്പുവെച്ചതിന് ശേഷം ഇസ്രായേലിന്റെ വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾക്ക് ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. എങ്കിലും ദക്ഷിണ ലെബനാനിൽ ഇസ്രായേൽ കരസേന ഇപ്പോഴും മുന്നേറ്റം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഹിസ്ബുല്ലയുടെ ഡ്രോൺ ആക്രമണങ്ങളിൽ 5 ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹവും വലിയ ആശങ്കയിലാണ്. G7 രാജ്യങ്ങളുടെ നേതാക്കൾ ഇപ്പോൾ ഒരു സംയുക്ത പ്രസ്താവനയിലൂടെ ലെബനാനിൽ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. US ഇറാൻ കരാർ വിജയകരമായി നടപ്പിലാക്കണമെങ്കിൽ ലെബനാനിലെ സംഘർഷം ഉടനടി അവസാനിപ്പിക്കണമെന്നാണ് G7 രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ചുരുക്കത്തിൽ ലോകം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഇന്ധന വിലവർദ്ധനവിൽ നിന്നും താൽക്കാലികമായെങ്കിലും രക്ഷപ്പെടാൻ US ഇറാൻ കരാറിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ലെബനാനിലെ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾ ആ പ്രതീക്ഷകൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. അമേരിക്കയ്ക്ക് തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ സാധിക്കുമോ, അതോ ഈ സമാധാന കരാർ വെറും കടലാസിൽ ഒതുങ്ങുമോ എന്നാണ് ഇപ്പോൾ ലോകത്തിന്റെ ആശങ്ക.